കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം മികവ് കൊണ്ടും വൈവിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമാകുന്നു. ആഘോഷത്തിന്റെ മൂന്നാം ദിനം നടന്ന കലാപരിപാടികൾ ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. നവരാത്രി സർഗോത്സവത്തിന്റെ മൂന്നാം ദിനം സർഗസംവാദം കൊണ്ടും കലാവിരുന്നും കൊണ്ടും സമ്പന്നമായിരുന്നു. മലയാള സാഹിത്യത്തിലെ മഹാഭാരത സ്വാധീനം എന്ന വിഷയത്തിൽ പരമേശ്വര ഹാളിൽ നടന്ന സംവാദം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃതം വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കറാണ് അവതരിപ്പിച്ചത്. സന്ധ്യയ്ക്ക് ചൊല്ലിയിരുന്ന നാമങ്ങളിലൂടെയും കൃഷ്ണഗാഥയുടെ പാട്ടുകളിലൂടെയും ഒക്കെ എങ്ങനെയൊക്കെയോ കൃഷ്ണകഥ നമുക്ക് സ്വായത്തമായി. എങ്ങനെയൊക്കെയോ മഹാഭാരത കഥകൾ, ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം ഒരു അമർചിത്ര കഥകൾ കൂടെ കൊണ്ട് നടന്നിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു. അതിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. മഹാഭാരതത്തിലെ വലിയ വലിയ കഥകളൊക്കെ ഏറ്റവും അടുത്തു വന്നുകൊണ്ട് ഒരു LP സ്കൂൾ കാലത്തൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയൊരു സാധ്യത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ മുത്തശ്ശിയോ വീട്ടിലെ മുതിർന്നവരോ പറഞ്ഞു തന്നിരുന്ന കഥയിൽ നിന്നും നാം കുറച്ചുകൂടി ഗൗരവമായ ഒരു ശ്രവണത്തിലേക്ക് വന്നത് ഇങ്ങനെ ഒരു കാലത്തിലൂടെയാണ്. കുമാരി ലക്ഷ്മി സുനീഷ് അവതരിപ്പിച്ച വയലിൻ സോളോ ആസ്വാദകർക്ക് ഹൃദ്യമായ അനുഭവമായി. കഥക് നൃത്തത്തിന്റെ ചാരുത ആസ്വാദക വൃന്ദം നിറഞ്ഞ മനസ്സോടെയാണ് ഏറ്റുവാങ്ങിയത്. ശ്രീദേവി വേങ്ങാലിലും സംഘവുമാണ് കഥക് നൃത്തത്തിന്റെ മനോഹരമായ താളം പകർന്നാടിയത്. ഭക്തിയും ആസ്വാദനവും അറിവും പകരുന്ന സർഗോത്സവത്തിന്റെ ഓരോ ദിനവും ആസ്വാദകർക്ക് പുതിയ അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ജനം, കോഴിക്കോട്.